പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് യേശു നിർദ്ദേശിക്കുവാനുള്ള കാരണമെന്താണ്, അതിലടങ്ങിയിരിക്കുന്ന യുക്തി എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ അന്വേഷണ വിഷയം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ, അതായത് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഗെത്സമന തോട്ടത്തിലായിരുന്നപ്പോൾ അവർക്ക് നൽകിയ നിർദ്ദേശം, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നായിരുന്നു. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കത്തക്കവണ്ണം നിങ്ങൾ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിപ്പീൻ. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണർവ് എന്ന ആശയത്തിന് പരമ്പരാഗതമായി വലിയ പ്രാധാന്യവും അല്പം അർത്ഥവും കൽപ്പിക്കപ്പെട്ട് വരുന്ന ഒരു രീതിയാണ്. വലിയ പ്രാധാന്യമെന്നും അല്പം അർത്ഥമെന്നും ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഞാൻ പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതുകൊണ്ട് അവയുടെ അർത്ഥമോ അർത്ഥങ്ങളോ മനസ്സിലാക്കാൻ ഇടയായി എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ധരിക്കുന്നതിൽ അർത്ഥമില്ല. മതമേഖലയിൽ പല കാര്യങ്ങളെപ്പറ്റി മനുഷ്യർ എക്കാലത്തും അജ്ഞരായിരിക്കുമെന്ന് യേശു കുരിശിൽ നിന്ന് നമ്മെ ഓർമ്മിപ്പിച്ചതാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. അത് മതമേഖലയിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഓരോരോ ചവിട്ട് നാടകങ്ങൾ, പൊറോട്ട് നാടകങ്ങളെ പറ്റിയാണ്. ദൈവത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ മനുഷ്യനെ കൊന്നുകളയാം എന്ന് വിചാരിക്കുന്ന ആ ഒരു അവസ്ഥ അജ്ഞതയുടെ അവസ്ഥയാണ് എന്ന് യഹൂദ മത മേലധ്യക്ഷന്മാർ മനസ്സിലാക്കിയില്ല എങ്കിലും യേശു അത് വ്യക്തമായി നമ്മെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു അടിസ്ഥാന യാഥാർത്ഥ്യം, ഒരിക്കലും മാറ്റം വരാത്ത ഒരു യാഥാർത്ഥ്യം, മതം എന്നത് അജ്ഞതയുടെ മേഖലയായിരിക്കും നിശ്ചയം. ഈ അജ്ഞതയിൽ നിന്നുകൊണ്ടാണ് പലരും വളരെ ആത്മധൈര്യത്തോടെ താൻ പറയുന്നതിനപ്പുറത്തൊന്നുമില്ല എന്ന വിധത്തിൽ പല കാര്യങ്ങളും പറയുന്നത്, ഗർജിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കണം. എന്ന് മാത്രവുമല്ല, അജ്ഞത കൊണ്ട് മാത്രമേ സ്വന്തം ദൈവത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വലിയ തെറ്റിദ്ധാരണയിലാണ് എക്കാലത്തും എല്ലാ മതത്തിലും ഉണ്ടായിരുന്ന പുരോഹിത വർഗം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പല മുഖങ്ങൾ നമുക്ക് പരിചയമുണ്ട്. ഉദാഹരണമായിട്ട് കത്തോലിക്ക സഭയിൽ എത്രയോ നൂറ്റാണ്ടുകളായി അതെന്നും നേരിയ തോതിൽ തുടരുന്നുണ്ട്. പുരോഹിതന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് തങ്ങളുടെ ചുമതലയിലുള്ള കുഞ്ഞാടുകൾ അറിയാത്തതൊന്നും അറിയരുത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക കുഞ്ഞാടുകൾക്കൊരു പുസ്തകം വായിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ അച്ഛന്മാരും മെത്രാന്മാരുമാണ്. അച്ഛന്മാർക്കും മെത്രാന്മാർക്കും സന്തോഷമില്ലാത്തൊരു പുസ്തകം വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നും പലയിടങ്ങളിലും കത്തോലിക്ക ക്രിസ്ത്യാനികൾക്കില്ല എന്നത് യാഥാർത്ഥ്യം. പക്ഷേ ഇത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് വളരെ താല്പര്യമുള്ള എ സീരിയസ് പെർസ്യൂട്ട് ഓഫ് ഹോളിനെസ് എന്നൊരു പുസ്തകം, അത് ഏതാണ്ട് 100-120 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ്. അതിമനോഹരമായ ഒരു പുസ്തകം, അർത്ഥഗാംഭീര്യമുള്ള പുസ്തകമാണ്. ഞാൻ ഒരു ആത്മീയ തീക്ഷ്ണതയുള്ള ഒരു സഹോദരിക്ക് അത് സമ്മാനമായി നൽകി ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചു, ആ പുസ്തകം വായിച്ചു. ഉയ്യോ, അത് സാധ്യമല്ല. കാരണം തങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും മനസ്സിൽ കടന്നുകൂടിയാലോ ദൈവത്തിന് ജ്വരം പിടിക്കും എന്നാണ് ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ യേശുവിൻ്റെ കാഴ്ചപ്പാടും നിർദ്ദേശങ്ങളും ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആത്മീയതയിൽ എപ്പോഴും അടങ്ങിയിരിക്കേണ്ട ഒരു അച്ചടക്കമാണ് നമ്മുടെ ബോധതലങ്ങളെ എത്രയും വികസിപ്പിച്ചെടുക്കുക എന്നത്. അതിൻ്റെ വിപരീതമായ അവസ്ഥയാണ് ഉറക്കം എന്ന പദം കൊണ്ട് അതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ബോധതലങ്ങൾ
വിറങ്ങലിച്ചിരിക്കുക, അല്ലെങ്കിൽ പ്രവർത്തനശൂന്യമായി നിർജീവമായിരിക്കുക എന്നതാണ്. ആ അവസ്ഥയിൽ മാത്രമേ മനുഷ്യന് ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനേക്കാൾ വലിയ മൗഢ്യവും അതിനേക്കാൾ വലിയ അപമാനവും, ദൈവത്തിന് നൽകാവുന്ന അപമാനവും മനുഷ്യൻ്റെ ബുദ്ധിയിൽ പ്രവേശിക്കാൻ ഇടയാകുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഗത്സമനത്തോട്ടത്തിലായിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിലൊന്നായ ഈ ഗത്സമനത്തോട്ട അനുഭവത്തിൻ്റെ മധ്യത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് യേശു നൽകുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായ നിർദ്ദേശമാണ്: നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഈ ഉണർന്ന് ഇരുന്നില്ല എങ്കിൽ നാം പല കാര്യങ്ങളെയും കാര്യമായി തെറ്റിദ്ധരിക്കാനുള്ള അപകടം വളരെ വലുതാണ്. അതുകൊണ്ട് ഉണർന്നിരിക്കുക എന്ന ഈ ഒരു നിർദ്ദേശത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ യേശു പറയുന്നത് പോലെ നിങ്ങൾ അന്വേഷിപ്പീൻ. ഉറക്കത്തിലായിരിക്കുമ്പോൾ മനുഷ്യന് അന്വേഷിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നതും നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രസരിപ്പ് എന്ന് പറയുന്നത് അന്വേഷണമായിരിക്കണം എന്നതിന് അല്പം പോലും സംശയം അവശേഷിക്കുന്നില്ല. എന്തിനാണ് നാം അന്വേഷിക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയാണ് നാം അന്വേഷിക്കേണ്ടത്? ഏതെങ്കിലും അന്വേഷിച്ചാൽ എവിടെയെങ്കിലും നിധി ആരാണ്ട് കൊണ്ട് കുഴിച്ചിട്ടത് കിട്ടും എന്ന അർത്ഥത്തിലല്ല യേശു പറയുന്നത്. അന്വേഷിക്കുന്നതിൽ കൂടെ നിങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധതലങ്ങൾ വികസിക്കും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുന്നു, നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്നു. ആ പറമ്പിൽ എന്തൊക്കെയുണ്ട് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ബോധമുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ബോധതലങ്ങൾ വളരണം. അവിടെ ഒരു ചെടി നിന്ന് പുഷ്പിച്ചാൽ അതിലെന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാത്തയാൾ എങ്ങനെയാണ് ചെടി അവിടെ ഉണ്ടെന്ന് പോലും തിരിച്ചറിയാനിടയാകുന്നത്? താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ പ്രക്രിയകളെപ്പറ്റി എന്തെങ്കിലും അറിയാത്തൊരു വ്യക്തിക്ക് കാലെവിടെയാണ് കൊത്തി നിൽക്കുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കുവാൻ സാധ്യത. അപ്പോൾ എങ്ങനെ നോക്കിയാലും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് അവൻ്റെ ബോധതലങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത്. ഞാനൊരു അധ്യാപകനായി ദീർഘനാൾ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിക്കാനും പഠിപ്പിക്കാനും തത്രപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവനും വിദേശ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഷേക്സ്പിയറുടെ ഒരു നാടകമാണെങ്കിലും മിൽട്ടൻ്റെ ഒരു മഹാകാവ്യമാണെങ്കിലും അല്ലെങ്കിൽ 18-19 നൂറ്റാണ്ടിലുണ്ടായ നോവൽസ് ആണെങ്കിലും അല്ലെങ്കിൽ 20th സെഞ്ച്വറി പോയട്രി ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രീക്ക് സാഹിത്യമാണെങ്കിലും ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ, ഓരോ ടെക്സ്റ്റും ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ കൂടെ എൻ്റെ മുമ്പിലിരിക്കുന്ന, എന്നിൽ നിന്ന് ശ്രവിക്കുന്ന, കേൾക്കുന്ന കുട്ടികൾ, യുവതി യുവാക്കന്മാർ അവരായിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റി കൂടുതൽ ബൃഹത്തായ ബോധവൽക്കരണം സംഭവിക്കണം. ഓരോ ടെക്സ്റ്റും ആധുനിക യുഗത്തിൽ മനുഷ്യൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിയാനുള്ള വെളിച്ചമായിട്ടാണ് ഞാൻ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സങ്കല്പമായിരുന്നു, ഒരു തിരിച്ചറിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതുന്ന വൈദഗ്ധ്യം പ്രാപിക്കേണ്ടതിന് വേണ്ടി പഠിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ ഒരിക്കൽ പോലും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുമില്ല. ഏതെല്ലാം പുസ്തകങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളുണ്ടോ അത് മുഴുവൻ പഠിക്കുകയും അതിൻ്റെ സാരാംശത്തോട് ആന്തരികമായ താതാത്മ്യം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏത് ചോദ്യമാണ് വരാൻ പോകുന്നത് എന്നോർത്തിരുന്ന് തല പോകേണ്ട കാര്യം. അപ്പം അതുകൊണ്ട് ഒരു അധ്യാപകൻ എന്ന നിലയിൽ പോലും എൻ്റെ വിദ്യാർത്ഥികളുടെ ബോധതലങ്ങൾ ഏറ്റവും കൂടുതൽ വികസിക്കത്തക്കവണ്ണമാണ് ഓരോ പുസ്തകവും ഓരോ ടെക്സ്റ്റ് ബുക്കും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്.
ഇത് ഞാൻ അതിശയോക്തി പറയുന്നതല്ല എന്ന് എന്നിൽ നിന്ന് പഠിച്ച ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. വേണ്ട, ഒരു ഡോക്ടറുടെ കാര്യം എടുത്താൽ, ഒരു നല്ല ഡോക്ടറും തൻ്റെ മുമ്പിലിരിക്കുന്ന രോഗി വസിക്കുന്ന ലോകം എന്താണ്, അവൻ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു, അവൻ്റെ വ്യക്തിപരമായ അവസ്ഥ എന്താണ്, ഇവയെപ്പറ്റി ബോധമില്ലാത്ത അങ്ങനെ ഉള്ള ബോധം എന്ന് നന്നേ കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം കൂടെ എടുത്ത് പറയുന്നത്. കൂടുതൽ സ്പെഷ്യലൈസേഷൻ വരുന്നതോടുകൂടെ ഡോക്ടേഴ്സിന് തങ്ങളുടെ രോഗികളെ മനുഷ്യരെന്ന നിലയിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് ക്രിസ്തീയരായ ഡോക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവബോധമുള്ളവരായി ലോകത്തിൽ വസിക്കണമെങ്കിൽ അത് അജ്ഞതയിൽ കൂടെ സാധ്യമല്ല. അത് അറിവിൽ കൂടെയും ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ലോകത്തിൽ വളരെ മഹനീയമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും ലയോള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ സ്ഥാപകനായിരുന്ന ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞൊരു കാര്യം, യഥാർത്ഥ അറിവ് മനുഷ്യനെ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ട്രൂ നോളജ് ബ്രിങ്സ് ഹ്യൂമൻ ബീയിങ്സ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ഗോഡ്. അത് മാത്രമേ അറിവായി കണക്കാക്കാവൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധം. ഞാൻ അതിനോട് യോജിക്കുന്ന വ്യക്തി തന്നെയാണ്. പല ആളുകളുടെയും വിചാരം അറിവ് വർദ്ധിച്ചാൽ തലതിരിയും എന്നുള്ളതാണ്. എന്നെ പലരും ഉപദേശിച്ചിട്ടുണ്ട്, അധികം പുസ്തകങ്ങൾ വായിക്കരുത്, പുസ്തകം വായിച്ചാൽ തലതിരിഞ്ഞു പോകും, പിന്നെ ആത്മീയമായി വലിയ അപകടത്തിലായിത്തീരും. അപ്പോൾ അജ്ഞതയാണ് നമുക്ക് ദൈവത്തോട് കാട്ടാവുന്ന വിശ്വസ്തത എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കത്തക്കവണ്ണം പരമ്പരാഗതമായ തലമുറകളായ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ദുരവസ്ഥയിലാണ് ക്രിസ്തീയ വിശ്വാസ സമൂഹം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്നത് എന്ന് ദയവായി തിരിച്ചറിയാം. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമെന്നാണ് ചോദിച്ചാൽ നമ്മുടെ ബോധതലങ്ങളെ ഉണർത്തുവാൻ ശ്രമിക്കണം. നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഏത് സഭയുടെ അംഗമാണോ, നിങ്ങൾ ഏത് പള്ളിയിലാണ് ഞായറാഴ്ച തോറും ആരാധിക്കാൻ പോകുന്നത്, അത് സംബന്ധമായ 2 ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കണം. ആദ്യത്തെ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന, നിങ്ങൾ സത്യ ആരാധനയ്ക്ക് വേണ്ടി ഞായറാഴ്ച തോറും വളരെ ക്രമമായി പോകുന്ന സഭയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് അതിനെപ്പറ്റി ബോധമുണ്ട്? കർത്താവ് യേശു ക്രിസ്തു യെരൂശലേം ദേവാലയം ശുദ്ധീകരിച്ചു എന്ന് നാം വായിക്കുന്നു. മറ്റാർക്കും തോന്നാത്തത് യേശുവിൻ്റെ മനസ്സിൽ തോന്നാൻ കാര്യം എന്താണ്? യേശുവിൻ്റെ ബോധതലങ്ങൾ അത്രമാത്രം വികസിച്ചതായതുകൊണ്ടാണ്. ദേവാലയം എന്നാൽ എന്താണ് എന്നറിയാതെ, അത് എപ്രകാരമായിരിക്കണമെന്നറിയാതെ, ആരാധന എന്നാൽ എന്താണെന്ന് അന്വേഷിക്കാതെ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കണം എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കൂട്ടാക്കാതെ, താരിപ്പുകൾ നിർബന്ധം മാത്രം വെച്ച് ഞായറാഴ്ച തോറും തലയിൽ മുണ്ടിട്ട് പള്ളിയിലേക്ക് പോകുന്നത് ഇത് ആരാധനയ്ക്ക് പോകുന്നതാണോ, അല്ല ആചാരങ്ങളുടെ അടിമത്തം ഒന്ന് പുതുക്കി പണിയാൻ പോകുന്നതാണോ എന്ന് ദയവായി നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഈ ദേവാലയം ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മറ്റൊരു യഹൂദനും തോന്നാതിരിക്കെ യേശുവിൻ്റെ മനസ്സിൽ അത് ചാട്ടുളി പോലെ തറയ്ക്കാൻ കാര്യം എന്താണ്? അവൻ്റെ ബോധതലങ്ങൾ അപ്രകാരം വളർന്നതുകൊണ്ടാണ്. അപ്പം നാം ആദ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമോ? അപ്പം പുരോഹിതന്മാരും കമ്മിറ്റിക്കാരും കൈക്കാരന്മാരും ഒക്കെ പറയാൻ അറിയേണ്ട കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ആരാധിക്കാൻ വരുന്നു, ആരാധിച്ച് വിട്ടു പോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. അത് ആരാധനാലയമല്ല, അത് കള്ളന്മാരുടെ ഗുഹയാണ് എന്ന് യേശു നിങ്ങളോട് പറയും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. യേശു നിങ്ങളോട് പറയും ഇത് ആരാധനാലയമല്ല, ഇത് കള്ളന്മാരുടെ ഗുഹയാണ് എന്ന് പറയും. ആ ഒരു തിരിച്ചറിവെങ്കിലും നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള പരിശീലനം നമുക്ക് ലഭിക്കാത്തതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങണം. നമ്മുടെ എല്ലാ കഴിവുകളും ഉറക്കിയിട്ട് താരാട്ട് പാടി ഉറക്കി ഇട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്ന അവസ്ഥയിലാണ് ക്രിസ്ത്യാനി. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, താനെന്താ ഈ കാര്യത്തെ കുറച്ചൊക്കെ കണ്ണടച്ചുകൂടെ, എല്ലാറ്റിനെ പറ്റി ഇങ്ങനെ കരുതുന്നതിൻ്റെ കാര്യം വല്ലതും ഉണ്ട്.
എല്ലാവരും ചെയ്യുന്ന പോലെ കണ്ണടച്ചുകൂടെ? ഈയിടെ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോഴേ, ഒരു ശവടക്ക സംബന്ധ ഒരു സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ ബാല്യകാല സുഹൃത്തിനോട് പറഞ്ഞ തൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇപ്പോൾ കാണുന്നില്ല, കാരണം ചില കാര്യങ്ങളോട് കണ്ണടയ്ക്കാൻ പഠിക്കണം എന്നോട് പറഞ്ഞു. കാരണം അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓരോരുത്തരും അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാത്തിനോടും കണ്ണടയ്ക്കുന്നതാണ് ഒരു മാന്യനായ ക്രിസ്തീയ വിശ്വാസിയുടെ ലക്ഷണം എന്ന് അദ്ദേഹത്തെ ആരോ പറഞ്ഞ് മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയത് അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇതാണ്. പള്ളി എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. അതാണ് പള്ളി ഉറക്കം എന്നൊക്കെ. അതിൻ്റെ അർത്ഥം വേറെയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ പള്ളി ഉറക്കം എന്ന് പറഞ്ഞാൽ ആരാധനയും ആത്മീയതയും ഉറക്കത്തിൻ്റെ അനുഭവമായിരിക്കണം. ബോധം ഒരിക്കലും ഉണരാൻ സമ്മതിക്കരുത്. പിന്നെ അച്ഛൻ വിരലനക്കുമ്പോൾ കുരിശു വരച്ചു, പിന്നെ വിരൽ മടക്കുമ്പോൾ കുറിയലൈസോൺ വിളിച്ചു. അങ്ങനെയുള്ള ഒരു യാന്ത്രികമായ ഒരു പരിപാടി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന് ഭക്തി എന്ന് പറയുന്നു, ആത്മീയത എന്ന് പറയുന്നു, സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ അയ്യോ, ഞാൻ എവിടെയാണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായി നാം നമ്മോട് ചോദിക്കേണ്ട കാര്യം, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ അവസ്ഥ എന്താണ് എന്ന് വല്ല ബോധവുമുണ്ടോ? നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ യേശു സന്ദർശിച്ച ശേഷം അവനിൽ സംഭവിച്ച മാറ്റത്തെ പറ്റി അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവന് സുബോധം വന്നിട്ട്, ബോധം വന്നെങ്കിലല്ലേ സുബോധം. എനിക്കുള്ളത് ബോധമാണോ അബോധമാണോ അല്ലെങ്കിൽ തെറ്റായ ബോധമാണോ? ഇത് തിരിച്ചറിയാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സുബോധം വരുന്നത്? അപ്പൊ ഈ സുബോധം വരാതെ നാം ചെയ്യുന്നതെല്ലാം ഭ്രാന്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ ഭൂതഗ്രസ്തന്റെ അവസ്ഥയിലാണ് എന്നതാണ് ആ സംഭവത്തിന്റെ പൊരുള്. അവന് സുബോധം വന്നിട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ മകന്റെ ഉപമ, ബ്രഹ്മത്തിന്റെ ഉപമയിൽ അവനെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന് ബോധം വന്നു എന്നവിടെ പറയുന്നു. അപ്പൊ അതുവരെ അവൻ ചെയ്തത് മുഴുവനും ബോധമില്ലാത്ത പ്രവൃത്തിയായിരുന്നു. അപ്പൊ നമ്മൾ എത്ര പേർക്ക് ബോധമുണ്ട്? നമ്മുടെ ഏതവസ്ഥയിലാണ് നമ്മുടെ ആത്മീയമായ വിശ്വസ്തത പാലിക്കുന്നത്? ഇതൊക്കെ നാം ചിന്തിക്കേണ്ട വിഷയമല്ലയോ? എന്നാൽ നാം ചിന്തിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ചിന്തിക്കുന്നത് പാപമാണ് എന്ന് ചെറുപ്പം മുതൽ നമ്മെ പഠിപ്പിക്കുകയും പുരോഹിതന്റെ വായിൽ നിന്ന് വീഴുന്നതിനപ്പുറത്തൊന്നുമില്ല, അപ്പുറത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ അപകടകാരിയാണ് എന്നെല്ലാവരും ധരിച്ചോണം. അവനെ ഒറ്റപ്പെടുത്തണം, കഴിയുമെങ്കിൽ അവനെ നമ്മുടെ മധ്യത്തിൽ നിന്ന് പുകച്ച് വെളിയിൽ കളയണം എന്നുള്ള ധാരണ മാത്രമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അത് പുരോഹിതവർഗത്തിന് വളരെ ലാഭം ഉണ്ടാക്കുന്നതാണെങ്കിലും വിശ്വാസ സമൂഹത്തിന് അത് മരണതുല്യമായ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായി നമ്മോട് തന്നെ, രണ്ടാമതായി നിങ്ങളുടെ കൂടെ ആരാധിക്കുന്ന ഒരു 10 പേരോട് ചോദിക്കണം, നിങ്ങളുടെ താല്പര്യമല്ലാതെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ആളുകളുടെ ആരുടെയെങ്കിലും അവസ്ഥയുടെ നിജസ്ഥിതി നിങ്ങൾക്കറിയാമോ? ഇന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ശിമോൻ എന്ന് പറയുന്ന പരീശന്റെ വീട്ടിൽ യേശു ആയിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ കടന്നു വന്ന് അവൾക്ക് യേശുവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന പ്രത്യേകമായ രീതിയൊക്കെ അവിടെ വർണ്ണിക്കുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ സമയത്ത് പരീശനായ ശിമോൻ നിരസപ്പെടുമ്പോൾ യേശു അവനോട് ചോദിക്കുന്നത് സുപ്രധാനമായൊരു ചോദ്യമാണ്. എന്താണ്? ശിമോനെ, നീ ഈ സ്ത്രീയെ കാണുന്നുവോ? ഒരു സ്ത്രീയെ കാണാതെ രണ്ട് കണ്ണും പൊട്ടിപ്പോയി എന്നല്ല എൻ്റെ അർത്ഥം. അവളുടെ അവസ്ഥ എന്താണ് എന്ന് നിനക്കറിയാമോ? നിന്റെ വീട്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന നിൽക്കുന്ന തൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷവും നന്ദിയും ഒരു കാവ്യാത്മകമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ ഉള്ളിൻ്റെ അവസ്ഥ അറിയാനുള്ള കഴിവ് നിനക്കുണ്ടോ? ശിമോനും മതത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ, അവന് ബോധം ഉണ്ടാകുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദയവായി മനസ്സിലാക്കുക. നമ്മുടെ മത ആചാരങ്ങൾ കൊണ്ട്, മത തീക്ഷ്ണത കൊണ്ട്, മതപരമായ നമ്മുടെ വിശ്വസ്തത കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് ബോധനഷ്ടം. നമുക്ക് ബോധമില്ല. യഥാർത്ഥത്തിൽ നാം പറയുന്നത് എന്താണ്, ജൽപ്പിക്കുന്നത് എന്താണ്, നാം പ്രവർത്തിക്കുന്നത് എന്താണ്, നാം എടുക്കുന്ന നിലപാടുകൾ എന്താണ്, അതിനെപ്പറ്റി യാതൊരു ബോധവും നമുക്കില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ അർത്ഥമോ സത്യമോ അറിയണമെങ്കിൽ
അത് ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു പശ്ചാത്തലമുണ്ട്. അതിനെ മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ഒരു വാചകം വായിച്ചു. ആ വാചകത്തിൻ്റെ എല്ലാ വാക്കുകളുടെയും അർത്ഥം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നില്ല. അതറിയണമെങ്കിൽ ആ വാചകവും ആ പുസ്തകത്തിൻ്റെ ആകെത്തുകയുമുള്ള ബന്ധത്തിൽ മാത്രമേ അതിൻ്റെ അർത്ഥം, ആഴമേറിയ അർത്ഥം, ഏറ്റവും മഹനീയമായ അർത്ഥം, ഏറ്റവും സത്യവത്തായ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനുഷ്യൻ്റെ അവസ്ഥയുടെ ആകമാനമായൊരു ഒരു യാഥാർത്ഥ്യമാണ്. നാം ഏതിനെയെങ്കിലും അതിൻ്റെ സാഹചര്യത്തിൽ നിന്ന് അടർത്തി വിടർത്തി എവിടെയെങ്കിലും ഒരു മൂലയിൽ കൊണ്ടിട്ടാൽ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. സത്യമായ യേശുവാണ് യഹൂദൻ വരച്ച വരയുടെ അപ്പുറത്ത് പോകുവാനും യഹൂദൻ പടുത്തുയർത്തിയ മതിലുകളെ കവച്ചു വെച്ച് ശമര്യക്കാരുടെ ഇടയിൽ പോകുവാനും പാപികളോട് ബന്ധപ്പെടുത്തുവാനും ചുങ്കക്കാരെ കൈക്കൊള്ളുവാനും ഒക്കെ തയ്യാറായത്. കാരണം എന്താണ്? അത് ധിക്കാരമല്ല. സത്യത്തോട് പ്രതിപത്തിയുള്ളവൻ എപ്പോഴും അവൻ്റെ ബോധതലങ്ങൾ ഏറ്റവും വലുതായി വികസിപ്പിച്ചെടുക്കാൻ നന്നേ തത്രപ്പെടും. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് നിങ്ങളോട് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 60 വർഷമായി വളരെ ശ്രദ്ധയോടെ വേദപുസ്തകം വായിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ 60 വർഷത്തിൽ 65 വർഷം ഞാൻ ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഇന്നും എനിക്കുള്ളത്. കാരണം എന്താണ്? എൻ്റെ ബോധതലങ്ങൾ വികസിക്കും തോറും ഞാൻ വായിക്കുന്ന വേദപുസ്തകത്തിൻ്റെ യേശു പറഞ്ഞ ഓരോ വാക്കുകളുടെയും സാധ്യതകൾ വികസിച്ചുകൊണ്ടേയിരിക്കും. ഇത് എട്ടും പൊട്ടും അറിയാത്തൊരു മനസ്സിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും വെളിച്ചം ഉൾക്കൊള്ളുന്ന യേശുവിൻ്റെ വാക്കുകളുടെ അർത്ഥം എങ്ങനെയാണ് ഇടം പിടിക്കുന്നത്? നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. ഈ ലോകത്തിൻ്റെ എല്ലാ അറിവുകളുടെയും ആകെത്തുക വെച്ചുകൊണ്ട് വേണം വാസ്തവത്തിൽ യേശുവിൻ്റെ ഓരോ വാക്കുകളും നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതെല്ലാവർക്കും സാധ്യമല്ല, സമ്മതിക്കുന്നു. അതേസമയം തന്നെ അന്വേഷിക്കാൻ എല്ലാവർക്കും സാധിക്കും. എനിക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ അറിവും അറിയാം എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതിൻ്റെ ഒരു നുറുക്ക് പോലും എനിക്കറിയാൻ വയ്യ എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ഇപ്പോഴായിരിക്കുന്ന അജ്ഞതയുടെ തോത് കുറയത്തക്കവണ്ണം ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അന്വേഷിക്കുന്നതോടുകൂടെ എൻ്റെ അന്വേഷണത്തിനെ മാനിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത അതിനെ അനുഗ്രഹിക്കുകയും അതിൻ്റെ സൽഫലങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ വാരിക്കോരി നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് അനുഭവ സാക്ഷ്യം എന്ന പോലെ ഞാൻ ഈ യാഥാർത്ഥ്യം നിങ്ങളുമായി പങ്കിടും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ സവിനയം അപേക്ഷിക്കുന്നത്, അഭ്യർത്ഥിക്കുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ ബോധതലങ്ങളെ വളർത്തുവാൻ ശ്രമിപ്പീൻ. നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു, നിങ്ങൾ വസിക്കുന്ന സാഹചര്യം എന്താണ്, നിങ്ങൾ വസിക്കുന്ന ലോകം എന്താണ്, ഈ ലോകത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എന്താണ്, നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റി ദൈവഹിതം എന്താണ്, നിങ്ങൾ നിർവഹിക്കണമെന്ന് ദൈവം കരുതുന്ന ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം എന്താണെന്നെങ്കിൽ നിങ്ങൾക്ക് ബോധ്യം വേണം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് ഇന്ന് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ, ദൗത്യബോധം അല്പം പോലുമില്ലാതെ, സെൻസ് ഓഫ് മിഷൻ ഇങ്ങനെ ഒരു പാഴ്ത്തടി പോലെ ഒഴുകിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ ബോധമില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിനേക്കാൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിച്ചത്. യാതൊരു സംശയമില്ലല്ലോ. ജീസസ് പ്രയോറിറ്റൈസ്ഡ് ടീച്ചിങ് ദ പീപ്പിൾ ടു വർക്കിംഗ് മിറക്കിൾസ്. എന്താണ് ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? എന്താണ്? ബോധതലങ്ങളെ ഉണർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ. യേശു പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണം. ലോകത്തെപ്പറ്റി ഒരു ബോധവുമില്ലാതെ പോത്തിനെ പോലെ തിന്നുകയും കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത്? വെളിച്ചം പോയിട്ട് നീ ലോകത്തിൻ്റെ ചാണകമാകാൻ ഒക്കത്തില്ലല്ലോ. ലോകം എന്താണെന്ന് അറിയാൻ താല്പര്യമില്ലാത്ത നീ എങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത്? ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഭൂമി എന്താണെന്നോ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നോ
ഈ ഭൂമിയിൽ നമ്മൾ കാലുകുത്തി നിൽക്കുമ്പോൾ നാം ഏറ്റെടുക്കേണ്ട ചുമതലകൾ എന്താണെന്നോ, നമ്മെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ യാതൊരു ബോധവുമില്ലാതെ നാം ആയിരിക്കുമ്പോൾ ഭൂമിയുടെ ഉപ്പാണോ ഭൂമിയുടെ ചപ്പാണോ, ലോകത്തിന്റെ വെളിച്ചമാണോ ലോകത്തിന്റെ ചാണകമാണോ? ദയവായി ചിന്തിക്കുക. ഞായറാഴ്ച ഓരോ എവിടെയെങ്കിലും പോയി കുറിയലേശ്വരം പറഞ്ഞ് വാരയ്ക്കുമറവണം അടിച്ച് വായം പൊളിച്ച് പിന്നെ അവിടുത്തെ വല്ലോടെ വാലിരിക്കുന്നതും കേട്ടോണ്ട് ഇങ്ങോട്ട് വന്നാൽ നീ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നിന്റെ അവസ്ഥ പരിതാപകരം തന്നെ. യേശു പറയുന്നത് ശ്രദ്ധിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഉണർവില്ലാതെ, അതായത് ബോധതലങ്ങൾ വളരാതെ നിനക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന പറഞ്ഞ അർത്ഥം എന്താണ്? സത്യം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ആകെത്തുകയാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ആകെത്തുകയ്ക്ക് ഊർജം പകരുന്ന മർമ്മത്തിന്റെ പേരാണ് ആത്മാവ്. ആത്മാവ് ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കും. ഇപ്പോൾ പെന്തക്കോസ്തുകാർ പറയും ഞങ്ങളുടെ പോക്കറ്റിലാണ് ആത്മാവ്. ആത്മാവിനെ പറ്റി എട്ടും പൊട്ടും അറിയാത്ത കിക്കാമണിയന്മാരാണ് പറയുന്നത് ആത്മാവ് ഞങ്ങളുടെ പോക്കറ്റിൽ കിടന്ന് കുരയ്ക്കുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. ബൗ 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 ബൗ. ആത്മാവ് വന്നാൽ തന്നെ അപശബ്ദം പുറപ്പെടുവിക്കും. ഇതിനപ്പുറത്ത് അറിയാൻ സാധ്യമല്ല. കാരണം ബോധമില്ല. ബോധം ഉദിക്കുന്നതിനെ ഭയക്കുന്നവരാണ് ക്രിസ്ത്യാനികളെന്ന്. അപ്പോൾ ദയവായി ഞാൻ ഏവരെയും കാല് പിടിച്ചപേക്ഷിക്കുകയാണ്. നമ്മുടെ അവസ്ഥ അത്രമാത്രം അധപ്പതിച്ചു പോയതുകൊണ്ട് ഞാൻ പറയുകയാണ്. യേശു പറയുന്നു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഉണർന്ന് ഇരിക്കാതെ നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ സാധ്യമല്ല. ഉണർവുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കും. അതിന് പള്ളിയിൽ പോകണമെന്നോ അത് കത്തരാരുടെ വാല് പിടിച്ച് നടക്കണമെന്നോ മെത്രാന്റെ കൈമുത്തണമെന്നോ യാതൊരു ആവശ്യവുമില്ല. അത് ബോധമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യേശു പറഞ്ഞു മരിച്ചവരെ കുഴിച്ചിട്ട് ഈ മതാചാരങ്ങൾ മുഴുവനും മരിച്ചവരുടെ ആചാരങ്ങളാണ്. അവരത് ചെയ്തോട്ടെ, നിങ്ങൾക്കതുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവന്റെ ജലം പ്രവഹിക്കേണ്ടതാണ്. ആ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ ബോധതലങ്ങളെ വികസിപ്പീൻ. ഈ പ്രപഞ്ചത്തെക്കാൾ വലിയ ഒരു ആന്തരികമായ പ്രപഞ്ചമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും നിങ്ങളെ എന്നെ സൃഷ്ടിച്ച ദൈവം പറയുന്നു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. നമസ്കാരം.